ഹലോ, അസ്സാം വലൈക്കും. നമസ്കാരം. ബുള്ളറ്റുമാനാണ്. ഞാനിപ്പോൾ ഉള്ളത് വാളൽ വെണ്ണിയോട് വയനാട്. തമ്പനയിലും അല്ലെങ്കിൽ ടൈറ്റിൽ കണ്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ എറണാകുളം ജില്ലാ മഹല്ല് കൂട്ടായ്മ കേട്ടോ. വയനാട് നമുക്ക് അറിയാം, ഒരു ഒറ്റ രാത്രി കൊണ്ട് നാടും വീടും മക്കളും കുടുംബങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള വയനാട് ചൂരൽമല മുണ്ടക്കൈ ഭാഗത്തുണ്ടായിട്ട് ഉരുൾപൊട്ടലിന് വീടൊക്കെ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള നാസർ മാനിക്കാൻ്റെ കീഴിലും അതുപോലെ തന്നെ ഒരുപാട് സംഘടനകളുടെ കീഴിലും ആളുകളുടെ കീഴിലൊക്കെ ഒരുപാട് വീട് പണി, ഏകദേശം 100-ലധികം വീടുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മേപ്പാടി ഭാഗത്തുള്ള വീടിൻ്റെ പണികൾ കാണിച്ചിരുന്നു. 28ഓളം വീടുകൾ ഏകദേശം ഒരു 6 മാസത്തിനുള്ളിലായിട്ട് എല്ലാവർക്കും താക്കോൽ കൊടുക്കാനുള്ള പണിയിലാണ്. എന്താ പറയുക, യുദ്ധകാലാടിസ്ഥാനത്തിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇത് ഞാൻ കണ്ടിട്ടില്ല, തർക്കല്ലിടൽ കഴിഞ്ഞിട്ട് കുറച്ചായില്ല അത് ജില്ലേ 40 ദിവസമായിട്ടുണ്ട്. ഏകദേശം 40 ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ഏകദേശം വർക്കുകൾ കഴിഞ്ഞ് 2 വീടുകൾ മെയിൻ വാർപ്പിനായിട്ടുണ്ട്. ബാക്കിയുള്ള വീടുകൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. 16 വീടുകളാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഒരു 4 വീടുകൾ ഇതിൽ ഉൾപ്പെടുത്താം. അതിൻ്റെ സ്ഥലം ഉണ്ടോ? ഇതിന് സ്ഥലം കൊടുത്തത് ആരാന്ന് പറഞ്ഞു? അൻസാറാജി. പിന്നെ കരുനാഗപ്പള്ളി കൊല്ലത്തുള്ള സ്ഥലം പൂർണ്ണമായിട്ടും ഫ്രീ ആയിട്ട് വിട്ടുകൊടുത്തേക്കാണ്. 1 ഏക്കർ 8 സെന്റ് സ്ഥലം ഈ വീടുകൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് വിട്ടുകൊടുത്ത്. ഓക്കെ. പിന്നെ ഇതിന് ചെയർമാൻ ആരെയാണ്? ചെയർമാൻ വട്ടം മുഹമ്മദ് മുസ്ലിയാർ. ഇതൊക്കെ നമുക്ക് എടുത്ത് പറയേണ്ടതാണ്. നിങ്ങളൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ട. കാരണം ഇങ്ങനെ നാസർമാനൊക്കെ പറഞ്ഞ പോലെ തന്നെ, അതായത് ഇങ്ങനത്തെ ഒരു കൂട്ടായ്മയൊക്കെ എല്ലാ ജില്ലകളിലും ഉണ്ടെങ്കിൽ ഒരാളും ബുദ്ധിമുട്ടിൻ്റെ ആവശ്യമില്ല. കാരണം ഇതിൽ നമ്മൾ പറഞ്ഞ പോലെ AP ആണോ, IK ആണോ, സുന്നിയാണോ, മുജാഹിദാണ്, തബ്ലീഗാണ്, അങ്ങനത്തെ ഒരു എന്താ പറയുക ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ അങ്ങനെയൊന്നുമല്ല. മനുഷ്യനാണ് നിലക്ക് മനുഷ്യത്വപരമായിട്ടുള്ള പരിപാടികളാണ് അല്ലെങ്കിൽ ഒരു പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, എറണാകുളം ജില്ലാ മഹല്ല് കൂട്ടായ്മയാണ്. അതിൽ ഒരു മഹല്ലിലെ കൂട്ടായ്മകളാണ് ഇത്രത്തോളം. ഈ 16 വീട് വളരെ 720-30 എത്ര സ്ക്വയർ ഫീറ്റ് വരുന്നത്? ഏകദേശം 730 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത്. നമ്മളിതിൻ്റെ നിങ്ങളുടെ പേരെന്തേനും? ഷിഹാബ്. നിങ്ങളാണ് മൊത്തം വർക്ക് എടുത്തല്ലേ? ഷിഹാബ് നാസർ രണ്ടാളും കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഏകദേശം നമുക്ക് ഒരു 5-6 മാസം കൊണ്ടൊക്കെ തീർക്കാൻ പറ്റും. പറഞ്ഞ ഡേറ്റിന് മുമ്പ് തീർക്കാനുള്ള ശ്രമത്തിൽ അവർ ഞായറാഴ്ച വരെ ഒഴിവില്ലാതെ പണിയെടുക്കുന്നുണ്ട്. ഇതിലിപ്പോ വെള്ളം സൗകര്യം കാര്യങ്ങളൊക്കെ ഇപ്പൊ തൽക്കാലം വരുന്നത് താഴത്തുനിന്നാണ്. സ്ഥിരമാക്കി എടുക്കാനുള്ള സംവിധാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ക്യാഷ് ചെലവുണ്ട്. അത് എന്താ ചെയ്യണമെന്നുള്ള തീരുമാനത്തിലെത്തി. വീഡിയോ കാണുന്നവരൊക്കെ പലരും ഉണ്ടാവും കേട്ടോ. പിന്നെ സമ്പന്നരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും. നാസർ മാനിക്കാന്റെ വാക്കുകൾ കടമെടുത്താൽ നമ്മളൊക്കെ മുതൽ കൂട്ടി വെച്ചിട്ട് ഇത്രത്തോളം എന്താ പറയുക, അവരും ഇതേപോലെ നമ്മളെപ്പോലെ ജീവിച്ച ആളുകളാണ്, നമ്മളെപ്പോലെ ശ്വസിച്ച് നടന്നവരാണ്, നമ്മളെപ്പോലെ ആഘോഷിച്ച് നടന്നവരാണ്. ഒരു ദിവസം കൊണ്ട് ഒരൊറ്റ രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു പോയത്. ഇപ്പോഴും ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ട്, നമ്മൾ സർക്കാരാണെങ്കിലും സംഘടനകളാണെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ആരും ഇതിന് മടിച്ചു നിൽക്കാതെ, ഇതൊന്നും വാക്കുകളിലല്ലട്ടോ പ്രവൃത്തിയിലാണ്. ഇതൊക്കെ കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഈ 100 വീടുകളോളം പണി കഴിപ്പിച്ചിട്ട് അതിന് അർഹതപ്പെട്ട ആളുകളെ കണ്ടെത്തിയിട്ട് അതെങ്ങനെ നമ്മൾ പഞ്ചായത്തിൽ പോയിട്ടാണ് ആളുകളെ കണ്ടെത്തുന്നത്? അങ്ങനെ അവർ തന്നെ ലിസ്റ്റുകളൊക്കെ തന്നിട്ടുണ്ട്. പഞ്ചായത്ത് മെമ്പർ, പ്രസിഡന്റ്, സെക്രട്ടറി മുഴുവൻ എല്ലാ ആളുകളും അനുകൂലിച്ച് ഞങ്ങൾ യോഗം തന്നെ അവിടെ ചേർന്നിരുന്നു. എല്ലാവരും നല്ല സപ്പോർട്ടും അവരുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ ലിസ്റ്റും ഒക്കെ തരാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന പല ആളുകളും പല വാടക റൂമുകളിൽ താമസിച്ചിട്ട് കുടുംബങ്ങൾ ഒന്നിച്ചുണ്ടാകുന്ന വിഷമങ്ങളൊക്കെ അനുഭവിച്ചിട്ട് ഒന്ന് മാറിക്കിട്ടുമെന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഓരോരുത്തരായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത്രയും തിരക്കുകൾ പറയുമ്പോഴാണ് നമ്മൾ തിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം അവർക്കൊക്കെ ഒരു മറ്റുള്ളവരുടെ കുടുംബ വീട്ടിലോ അല്ലെങ്കിൽ അയൽപക്കത്തൊക്കെ വാടക വീട്ടിലൊക്കെ താമസിക്കുന്ന ഒരു പരിധികളുണ്ടാകും. അവരൊക്കെ സ്വന്തം വീട്ടിൽ താമസിച്ചവരാണ്. ഈ ഒരു മഹല്ല് കൂട്ടായ്മയുടെ വേറെ മറ്റൊരു പ്രത്യേകത, ഇതൊക്കെ തികച്ചും അർഹതപ്പെട്ടവർക്കാണ് കേട്ടോ. ഇതിൽ ജാതി മതമൊന്നുമില്ല, വ്യത്യാസമില്ല. ആരാണോ അർഹതപ്പെട്ടവർ അവർക്ക് സഹായം എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു മഹല്ല് കൂട്ടായ്മ. ഞാൻ എടുത്തു പറയാനുള്ള കാരണം ഇതൊക്കെ മാതൃകാപരമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. നമ്മളൊക്കെ മാതൃകയാക്കേണ്ട ഒരു കാര്യമാണ്. ഇനിയും ഒരുപാട് ഒരു 46 സെൻറ്റ് നാസർ മാനിക്ക പറഞ്ഞ പോലെ വേറെ മറ്റൊരു സ്ഥലത്ത് നമുക്ക് സ്ഥലം കിട്ടിയിട്ടുണ്ട്. ഇതിലിപ്പോൾ 4 വീട് വെക്കാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ടൊക്കെ സഹായിക്കാനോ അല്ലെങ്കിൽ മുന്നോട്ട് വരാൻ താല്പര്യങ്ങൾക്കൊക്കെ ഞാൻ നാസർ മാനിക്കായിട്ട് കോൺടാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാനോ നിങ്ങൾ കമൻറ്റ് മുഖേനൊക്കെ അറിയിക്കാനൊക്കെ പറ്റും അല്ലേ? ആരെങ്കിലൊക്കെ വരാൻ സാധ്യതയുണ്ടെങ്കിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇവരൊക്കെ സഹായിക്കേണ്ടത് നമ്മളൊക്കെ കടമയാണെന്ന് കണക്കിലെടുത്തിട്ട് ഒന്നും കാണാതെ മനുഷ്യത്വപരമായിട്ടുള്ള ഒരു ചിന്ത മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ഇവരൊക്കെ സഹായിക്കേണ്ടത് നമ്മളെ ഒരു അനിവാര്യതയാണ് അല്ലെങ്കിൽ ഒരു കടമയാണെന്ന് കരുതിക്കൊണ്ട്. അദ്വാജിൻ്റെ വീട് ഇവിടെ തന്നെയാണോ? ഇവിടെ തന്നെയാണ്. ഞാൻ വന്നപ്പോൾ ഞാൻ പറയാൻ കാരണം സ്വന്തം കാറാന്ന് തോന്നുന്നല്ലേ? കാറേറ്റ് വന്നിട്ട് എന്താ ചാക്കേറ്റ് എടുത്ത് വരുന്ന കണ്ടത്. ഇതിനൊക്കെ വേണ്ടിയിട്ട്
എന്താ പറയുക സമയം ചെലവഴിക്കുക എന്ന് പറഞ്ഞതും അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് എന്താ പറയുക മനസ്സ് വെക്കുക എന്ന് പറഞ്ഞതൊക്കെ വലിയ കാര്യമാണ് കേട്ടോ. ഇതിന് മൊത്തം മേൽനോട്ടം അധ്വാനം തന്നെയാണ്. അതെ, ഞാനും ലത്തീഫ് ഹസരിയാണ് നോക്കിക്കൊണ്ട്. ലത്തീഫ് ഹാസനി ഇവിടെ എല്ലാം തോന്നുന്നു, ഞാൻ വിളിക്കാൻ വേണ്ടി തൽക്കാലം ഇല്ലാത്തതുകൊണ്ടാണ്. അതെ അല്ലേ, ഒരു സമ്മേളനത്തിന് വേണ്ടിയിട്ട്. അതെ അതെ അതെ, എല്ലാവരും എടുത്ത് പറയേണ്ടത് തന്നെയാണ്. നിങ്ങളൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. കാരണം ഇങ്ങനത്തെ പ്രവർത്തികൾ ഇനിയും നമുക്ക് നാട്ടിൽ ഒരുപാട് ആളുകളെ സഹായിക്കേണ്ടതും നിരാരംഭരായിട്ടുള്ള ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലൊക്കെ ഉണ്ട്. ഇവരൊക്കെ സഹായിക്കേണ്ടതൊക്കെ നമ്മൾ അനിവാര്യതയാണ്. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ഒരു വർക്കും ഏകദേശം എന്താ പറയുക പൂർത്തിയായി കഴിഞ്ഞാൽ 100ഓളം വീടുകൾ നാസർ മാനിക്കാൻ്റെ ഒക്കെ കീഴിൽ, പിന്നെ മറ്റ് കുറച്ച് വീടുകളുടെ പണി മറ്റ് എന്താ പറയുക ഇവിടെ അടുത്തായിട്ട് തന്നെ പിന്നെ കൊല്ലം ഷാഫിൻ്റെ ഒക്കെ കീഴിലുള്ള വീടിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തറക്കല്ലിടൽ അടുത്തായിട്ട് തന്നെ ഉണ്ട്. ഓക്കെ, ഏതായാലും ഇനി ഇതിൻ്റെ ബാക്കി വിശദവിവരങ്ങൾ മറ്റുള്ള 28 വീടിൻ്റെ ഇതിൻ്റെ പണികളെല്ലാ വീഡിയോസും നമ്മൾ കാണിക്കും. നിങ്ങളൊക്കെ കൂടെ ഉണ്ടാവണം, എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. ഇതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചവർ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ, സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഇതിൻ്റെ കൂടെ നിൽക്കുന്നവർ, ഇതിന് വേണ്ടി ഓടി നടക്കുന്നവർ, എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ പടച്ച തമ്പുരാന് ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാം പിന്നെ സഫലീകരിക്കട്ടെ, അല്ലെങ്കിൽ അവർക്കൊക്കെ ഒരു പ്രതിഫലം കൊടുക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ അദ്വാജി, ഓക്കെ ഓക്കെ ഇൻഷാ അല്ലാ.